ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ലൊരു സൂപ്പാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അധികം ആൾക്കാർ മെനക്കെടത്തില്ല അതിന്. ഒരു പക്ഷേ അറിയാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ വേണ്ടാച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. ഇപ്പം ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലൊക്കെ അതില്ലാത്ത കടകളില്ല. മിക്ക കടകളിലും ആ സൂപ്പ് കിട്ടും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സൂപ്പെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ സമയം കളാതെ എങ്ങനെയാണ് ടേസ്റ്റോട് കൂടി അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച ശേഷം നമ്മളൊരു ചീനച്ചട്ടിയാണ് വെക്കുന്നത്. ഒരു ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ തന്നെ വേണം അത് റെഡിയാക്കാനായിട്ട്. ഇതൊരു 100 ഗ്രാം അളവിലുള്ള ബട്ടറാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് പകുതി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി ഒരു 50 ഗ്രാം കണ്ടങ്ങോട്ട് എടുക്കും. ബട്ടർ ഒന്ന് അലുത്തതിന് ശേഷം വലിയ 2 സവോള പൊടിയായിട്ടായിരിക്കും ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഈ സവോള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി, ടൊമാറ്റോ സൂപ്പല്ല അപ്പോൾ തക്കാളി തന്നെ കൂടുതൽ വേണം. നമുക്കൊരു 6 എണ്ണം, അതായത് ഏകദേശം ഒരു 1/2 കിലോ അളവിലാണ് ഈ തക്കാളി എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ആ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലേശം ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പുപൊടി ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പും പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഓടട്ടെ. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. 3-3.5 ഗ്ലാസ് വെള്ളമുണ്ട്. ഇതിനൊരു പാത്രം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ. കാര്യം ഇതെല്ലാം നല്ലപോലെ ഒന്ന് വെന്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്ക് തുറന്നു. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം ഈ അടുപ്പങ്ങ് നിർത്തുകയാണ്. നമുക്ക് താഴോട്ട് വെക്കാം. നല്ലപോലെ തണുക്കട്ടെ. ഈ തണുത്തതിന് ശേഷം നമുക്കിന്ന് അരച്ചെടുക്കണം. നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 2-3 പ്രാവശ്യം കൊണ്ട് അരച്ചെടുക്കാവുന്നതാണ്. ഒന്നിച്ചിട്ട് അരച്ചെടുക്കരുത്, ചിലപ്പോൾ തെറിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് അരച്ചെടുത്തോണ്ട് ഇപ്പോൾ വരാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ സൂപ്പെന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് അരിച്ച് വേണം അതെടുക്കാൻ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. നമുക്ക് ഇതേപോലെ അരിപ്പെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത്. അപ്പം നല്ലപോലെ അരച്ചെടുക്കുക എന്നുള്ളതാണ്. മിക്സിക്കകത്ത് നല്ലപോലെ അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ലപോലെ അരച്ചുകൊണ്ടാണ് നമുക്കധികം ഇത് വേസ്റ്റൊന്നും പോകാതെ ഇതേപോലെ കിട്ടിയത്. ഇനി ഇതങ്ങ് മാറ്റാം. ഇതേപോലെ പാത്രം എടുക്കുക. 1 കപ്പ് പാല്, ആ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ പാലിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതങ്ങോട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടുപ്പ് കത്തിച്ചതിന് ശേഷം ഈ പാല് അടുപ്പത്തോട്ട് വെക്കുകയാണ്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം.
കോൺഫ്ലോർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ പാല കൂറും. ഇപ്പം തന്നെ അത് നല്ലപോലെ കൂറിയിട്ടുണ്ട്. ഇതുണ്ട്, നല്ലപോലെ തിളയായതിനു ശേഷം ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ സൂപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പ് ഓരോന്നും ഓരോ വിധത്തിലാണ് ചെയ്യുന്നത്. അതായത് ടൊമാറ്റോ സൂപ്പ് മാത്രമല്ല, വെജിറ്റബിൾ സൂപ്പുണ്ട്, മട്ടൺ സൂപ്പ്, ചിക്കൻ സൂപ്പ്, അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള സൂപ്പുകളുണ്ട് അല്ലേ. ഒരു 1/2 ടീസ്പൂൺ ബട്ടർ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് ഞാൻ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടത് ചൂടാക്കിയിട്ട് അങ്ങ് ബാക്കി വന്നു. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതൊക്കെ നിർത്താം. നമ്മൾ ഈ അടുപ്പത്ത് താത്ത് വെക്കുകയാണ്. നമ്മൾ ഈ സൂപ്പ് ഒരു ബൗളിനകത്ത് ഒഴിക്കുകയാണ്. ഒരല്പം മല്ലിയിലയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സൂപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരല്പം ഒന്ന് കഴിക്കട്ടെ. കാര്യം നമുക്കിത് വീട്ടിലുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് പലരും ഹോട്ടലിനും റെസ്റ്റോറൻറ്റിനും ഒക്കെ മേടിക്കുന്നത്. ഏതായാലും റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സൂപ്പ് ഒന്ന് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട് കേട്ടോ. ഇപ്പോൾ തക്കാളിക്കൊക്കെ വില കുറവല്ലേ. ഈ വില കുറയുമ്പോഴല്ലേ നമുക്കിതൊക്കെ മേടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇത്തിരി തക്കാളി മേടിച്ച് ഇതേപോലെ സൂപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പൊക്കെ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെയൊക്കെ ശരീരത്തിന്. തീർച്ചയായിട്ടും മേടിച്ചുണ്ടാക്കി നോക്കും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞൊന്നുമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇതേപോലെ ചെയ്ത് നോക്കിക്കും, നല്ല ടേസ്റ്റ്.